സർ, കുറിഞ്ഞി രാജ്കുമാർ എന്ന പേരിൽ പരിസ്ഥിതി പ്രവർത്തകർക്കിടയിൽ മാത്രം സുപരിചിതനായ, ഒരുപക്ഷെ അറിയാതെ പലരും അറിയപ്പെടാതെ പോയ ഒരു മനുഷ്യനാണ് കുറിഞ്ഞി രാജ്കുമാർ എന്നുള്ള പേരിലാണ് നമുക്ക് അദ്ദേഹത്തെ എനിക്ക് കേട്ട് കഴിവി. അദ്ദേഹം ഇന്നലെ മരണപ്പെട്ടു എന്നറിയുന്നു. ഈ കുറിഞ്ഞിക്കാടുകളോടും നീലക്കുറിഞ്ഞിയോടും ഒക്കെ ചേർന്ന് ജീവിച്ച രാജ്കുമാർ എന്നുള്ളതാണ് അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള എന്റെ പരിമിതമായിട്ടുള്ള ഒരു അറിവ്. താങ്കൾക്ക് വളരെ അടുത്ത് അറിയാവുന്ന ഒരാളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സമൂഹം അറിയപ്പെടാതെ പോയി, പക്ഷെ അറിയേണ്ടതാണ്. നമ്മളുടെ ഇന്നത്തെ സമൂഹം തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു വ്യക്തിത്വമാണെന്ന് മനസ്സിലായത് കൊണ്ടാണ് അദ്ദേഹത്തെ പറ്റിയിട്ട് ഒരു ചർച്ചയാവാമെന്ന് വിചാരിക്കുന്നത്. സാറിന് അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു ഓർമ്മകളൊന്ന് പങ്കുവെക്കാമോ? അതെ, എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ ഒരാളായിരുന്നു രാജ്കുമാർ. അത് ഞാൻ 1978 ആ സമയത്താണ് ആദ്യമായിട്ട് രാജ്കുമാർ കാട്ടിൽ അഗസ്ത്യകൂടത്തെ കൊണ്ടുവന്നു. കുറെ പേരെ കൊണ്ടുവന്നു, അത് ടീമായിട്ട് പോകുന്നു. ഞാൻ അതിനൊന്നും മലകളിലൊക്കെ പോകും, മരുത്വാമലയിലൊക്കെ പോയി അവിടുത്തെ ഗുഹയിലൊക്കെ ഇരിക്കാൻ സ്ഥിരം പോകുന്ന ഒരാളാണ്. പക്ഷെ കാട് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. കാട് അകത്ത് കയറി കാണുന്നത്. കാട് രാജ്കുമാർ കാണുകയും നമുക്ക് അതുവരെ നമ്മുടെ സിനിമയിലെ കാണുന്നല്ല, അത് ടോട്ടലി ഡിഫറെന്റ് ഒരു എക്സ്പീരിയൻസ് ആണ് കാടിനകത്ത് പോകുമ്പോൾ. അപ്പൊ ആദ്യം കാട്ടിൽ പോകുന്ന സമയത്ത് എനിക്ക് പനി ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളി എനിക്ക് കുഴപ്പമില്ല, പക്ഷെ എനിക്ക് അവിടെ പനിയൊക്കെ വരുമ്പോൾ എനിക്ക് സൈനസൈറ്റിസ് പേഷ്യന്റ് ആയിരുന്നു. പക്ഷെ അവിടെ ഒരു കാട്ടിന്റെ സൈഡിൽ കുറച്ച് മണ്ണ് പോലുള്ള സ്ഥലത്ത് അതൊരു പുല്ലൊക്കെ മുറിച്ചിട്ട് അതിന്റെ മുകളിലൊക്കെ ഇരുന്ന് രാവിലെ ആക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഫ്രഷ് ആയിരുന്നു. ഞാൻ ഭയങ്കര ഫ്രഷ് ആയിരുന്നു. അപ്പൊ അങ്ങനെ പോകും. രാജ്കുമാറിനെ പ്രത്യേകം കാട്ടിൽ നമ്മൾ പോകുന്നതിനായിട്ട് ചിലപ്പോൾ നിൽക്കും, എല്ലാവരും നിൽക്കും. ഒരു പ്രത്യേക ഒരു തമിഴ് കലർന്ന ഒരു സംസാരമാണ് അയാളുടെ. അയാളുടെ അച്ഛനോ അതോ തമിഴ് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് കേട്ടോ, അങ്ങനെ ഒരു സംസാരം. അപ്പൊ അയാളിങ്ങനെ വേണ്ട ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് നോക്കാൻ പറയും. അപ്പൊ അയാൾ ചില പോയിന്റ് നിന്നിട്ട് നമ്മളെ കാട് കാണിക്കുമ്പോൾ നമ്മൾ ഇന്ന് വരെ കാടിൽ നമ്മൾ നടന്നു വന്ന വഴിയാണ്, പക്ഷെ നമ്മൾ കണ്ടൊരു ഭംഗിയല്ല അത്, വേറൊരു ഡയമെൻഷനിൽ എടുക്കുക. അപ്പൊ ആ കാടിന്റെ മുക്കും മൂലയും രാജ്കുമാറിന് അറിയാം. രാജ്കുമാറിന് ഒരു പക്ഷെ റോഡിലെ വഴി തെറ്റുമായിരിക്കും, പക്ഷെ കാടിലെ വഴി തെറ്റില്ല കേട്ടോ. അത്രയും തറവാണ് ആ മനുഷ്യൻ. ആ കാടിന്റെ നമുക്ക് സമൂഹത്തിലുള്ള മനുഷ്യർക്ക് പലർക്കും രാജ്കുമാറിനെ അറിയില്ല, പക്ഷെ ഈ കാടിലെ മരങ്ങൾക്കൊക്കെ രാജ്കുമാറിനെ അറിയാം കേട്ടോ. പുൽച്ചെടിക്ക് പോലും രാജ്കുമാറിനെ അറിയാം. അത്രയും പരിചിതനാണ് ആ കാടുമായിട്ട്. കാട് മാത്രമല്ല, കാടിലെ ട്രൈബൽസ് ഇല്ലേ, ട്രൈബൽ പോപ്പുലേഷനായിട്ട് ഭയങ്കര, അതായത് യാതൊരു ഡിഫറൻസും ഇല്ലാതെ അവരുടെ വീട്ടിൽ അവരോടൊപ്പം ഇന്ററാക്ട് ചെയ്യാൻ കഴിയാതെ അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണത്. പക്ഷെ അയാൾക്ക് അങ്ങനെ ഡിഫറൻസ് ഇല്ല. അയാൾ അത്രയും അവരുമായിട്ട് അപ്പൊ ഞാൻ 78 സമയത്താണ്. അതിനുശേഷം ഒരുപാട് പ്രാവശ്യം അഗസ്ത്യകൂടത്തും കാട്ടിലും പോയി. ഞങ്ങൾ ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു, വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. രാജ്കുമാറും ഞാനും കാണാത്ത ദിവസങ്ങളേ ഇല്ല. ഞങ്ങൾ മാസത്തിലൊരു 3-4 ദിവസങ്ങൾ എന്തായാലും കാട്ടിൽ പോകുന്നതായിരിക്കും പല കാര്യങ്ങൾക്ക്. അപ്പൊ 1-2 സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഒന്നത് കുറിഞ്ഞിമലയുടെ ട്രിപ്പാണ്. അഗസ്ത്യകൂടത്തിലെ കുറിഞ്ഞിമലയിൽ നീലക്കുറിഞ്ഞി പൂക്കുന്ന സമയത്ത് എനിക്ക് 92 സമയത്തോട്ടാണ്, 91-92 സമയത്താണ് തോന്നുന്നത്. ആ സമയത്തോട്ടാണ്. അപ്പൊ പോകുന്നു, ഞാൻ പോകുന്നു. എന്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ അമ്മ മരിച്ചിട്ട് അവർക്ക് കുറച്ചൊരു ട്രോമ ഉണ്ടായിരുന്ന സമയമായിരുന്നു. അപ്പൊ ഉണ്ടായിരുന്നു. പിന്നെ അലി അക്ബർ എന്നുള്ള ഫിലിം ഡയറക്ടർ അല്ലേ, പിന്നെ ഹരിസിംഹനെ കൈമാറി അലി അക്ബർ ഉണ്ടായിരുന്നു. അക്ബറിന്റെ വൈഫ് ലൂസി ഉണ്ടായിരുന്നു. ഞങ്ങൾ 5-6 പേരാ പോകുന്നത്. അപ്പൊ ഈ അവിടെ പോയി കഴിയുമ്പോൾ വാസ്തവം നമ്മുടെ കണ്ണെഞ്ചലിച്ച് പോകാണ്. കണ്ണിങ്ങനെ എന്താ കാണുന്ന സ്ഥലങ്ങളിൽ മുഴുവൻ ഊതപ്പൂവിന്റെ കളറാണ്. ഊതപ്പൂ ഇങ്ങനെ ഇപ്പൊ ലാവൻഡർ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ഇതായിരുന്നു, എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ അതൊക്കെ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ കാണാൻ ഒരുപാട് പേര് ഈ കുറിഞ്ഞിയുടെ ഈ കമ്പ് ഇങ്ങനെ പിഴുതെടുത്തോണ്ട് കാറിലൊക്കെ തിരിച്ചു പോകണം. അപ്പൊ രാജ്കുമാർ ഇങ്ങനെ ഭയങ്കര വിഷമം പോലെ, ഇവർക്ക് അറിയില്ല ഇവരെന്താ ചെയ്യുന്നതെന്ന്. 12 കൊല്ലത്തിലൊരിക്കലാണ് അത് പൂക്കുന്നത്, ഇവരെന്താ ഈ ചെയ്യുന്നത്. പുള്ളി ഭയങ്കര അജിറ്റേറ്റഡ് ആവുകയാണ്. അപ്പൊ തൊട്ട് പുള്ളി എനിക്കാണ് കുറിഞ്ഞി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നീക്കം പറയാം. എന്റെ ആദ്യം എന്ന് പറഞ്ഞ പുള്ളി കുറിഞ്ഞിയെ കുറിച്ചൊക്കെ മുഴുവൻ എടുക്കും സുഗതകുമാരിയോടൊന്ന് പറയുന്നു. സുഗതകുമാരിയൊക്കെ ഒന്ന് മനോരമയിലാണോ മാതൃഭൂമിയിലാണോ എനിക്കറിയില്ല, ഒരു ലേഖനം എഴുതിയിരിക്കുന്നു കുറിഞ്ഞി പൂക്കൾ കുറിഞ്ഞിയുടെ പ്രായം. അപ്പം അപ്പോഴാണ് എല്ലാവരും നീലക്കുറിഞ്ഞി എന്ന് പറയും. പുള്ളി അങ്ങനെ നീലക്കുറിഞ്ഞി അങ്ങനെ എല്ലാ വർഷവും പൂക്കുന്ന കുറിഞ്ഞിയുണ്ട്. 4 കൊല്ലത്തിലുണ്ട്, 8 കൊല്ലത്തിലുണ്ട്, 12 കൊല്ലത്തിലുണ്ട്, 16 കൊല്ലത്തിലുണ്ട്, 32 കൊല്ലത്തിൽ പൂക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കുറിഞ്ഞിയുണ്ട്. മുരുകൻ, ഈ സംഘ ലിറ്ററേച്ചർ പറയുന്നത് മുരുകൻ വിവാഹം വള്ളിയുമായി വന്നിട്ട് കുറിഞ്ഞി മലയിലായിരുന്നു അയാളുടെ ഹണിമൂൺ പോലെ മധുവിധം എന്നൊക്കെ പറയുന്നുണ്ട്. വളരെ ഇതുള്ളതാണ് തമിഴ് കൾച്ചറുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. സൂതകുമാരി അതിന് മുമ്പ് കാടൊന്നും കണ്ടിട്ടില്ല കേട്ടോ വാസ്തവത്തിൽ. സുഗതകുമാരി അപ്പോഴാണ് വാസ്തവത്തിൽ കുറിഞ്ഞിയെ കുറിച്ച് കാടിനെ ചർച്ച ചെയ്യുക സുഗതകുമാരി എഴുതുന്ന സമയത്ത്. അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇയാൾ കുറിഞ്ഞിക്ക് വേണ്ടി ഇയാൾ ഫൈറ്റ് ചെയ്യും. കുറിഞ്ഞി ഒരു സംരക്ഷണ മേഖലയാക്കി മാറ്റുന്നതിനകത്ത് പുറകിലൊക്കെ രാജ്കുമാറിന്റെ സ്ട്രെന്യൂവസ് ആൻഡ് കണ്ടിന്യൂസ് വർക്ക് ഉണ്ട്. അത് ബന്ധപ്പെട്ട ആളുടെ പുള്ളി കാണും. പുള്ളി ഒരു ആക്ടിവിസ്റ്റ് അല്ല,
പുള്ളി ആക്ടിവിസ്റ്റിനേക്കാൾ വളരെ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഒരു ഡീപ്പ് റൂട്ടഡ് മാനാണ്. ആക്ടിവിസ്റ്റിനേക്കാൾ വളരെ ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരു ഡീപ്പ് റൂട്ടഡ് മാനാണ്. നിങ്ങൾക്ക് പുള്ളി ആക്ടിവിസ്റ്റിനെ കാണത്തില്ല, പക്ഷെ ഗ്രൗണ്ട് റിയാലിറ്റിയിൽ രാജ്കുമാർ ഉണ്ട്. രാജ്കുമാർ അതിന് വേണ്ട നമ്മൾ അതിന് വേണ്ട ആരാണ് കാണേണ്ടത് അവരെ പോയി കാണുന്നു, അത് നടപ്പിലാക്കുന്നു. അങ്ങനെ ഒരു അത് ഒരു എന്ന് വെച്ചാൽ നമ്മൾ ഈ എന്താണ് ഒരു ചില സ്ഥലങ്ങളിലൊക്കെ പുള്ളിയുടെ പോകുമ്പം പുള്ളി എങ്ങനെ ഇത് പെരുമാറും നമ്മൾ അത്ഭുതപ്പെട്ടു. ഒരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഈ ട്രിവാൻഡ്രത്തുള്ള ആദിവാസി കോളനിയിൽ അവിടുത്തെ എല്ലാവർക്കും അസുഖം കൂടുതലുണ്ട്. എൻ്റെ അടുത്ത് ഒരു ദിവസം വന്നിട്ട് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ നിന്ന് കുറേ ഡോക്ടേഴ്സ് കുറേ മരുന്ന് കൊടുത്തു. പുള്ളിക്ക് അവരെ കോൺടാക്ട് ചെയ്ത് പുള്ളി അങ്ങനെ മരുന്ന് മേടിക്കുന്ന കാലം നമുക്ക് ഇതുകൊണ്ട് കൊടുക്കാൻ പോകണം തോന്നും. ഞങ്ങൾ ബസ് വരെ പോയി. ഇപ്പം നെടുമങ്ങാടായിട്ട് ഒരു ബസ്സുള്ളൂ. ബസ് പിന്നെ എന്തോ സ്ട്രൈക്ക് എന്തോ നല്ല ദൂരമുണ്ട് അവിടുന്ന്, കയറ്റമൊക്കെയാണേ പോകുന്നത്. ഒരു സൈക്കിൾ വാടകയ്ക്ക് എടുത്തിട്ട് കുറേ ദൂരം രാജ്കുമാർ എന്നെ പുറകിലിരുത്തി ചവിട്ടും, അങ്ങനെ ഞാൻ രാജ്കുമാറിന്റെ പുറകിലിരുത്തി ചവിട്ടും. ഈ മരുന്ന് കൊണ്ട് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഒരു പരുവായി കേട്ടോ. പക്ഷെ രാജ്കുമാർ അസാമാന്യ സ്റ്റാമിനുള്ള ഒരു മനുഷ്യനാണ്. അവിടെ വേർത്ത് വയ്യ. അവിടെ കൊണ്ട് ഈ മരുന്നുകൾ കൊണ്ട് ഈ സ്ത്രീകൾക്കെല്ലാം കൊടുത്ത് ഭയങ്കര ചുമ. അപ്പൊ അവിടെ ഈ ആദിവാസി പുരുഷന്മാരും അയാൾ ഈ രാജ്കുമാറിന്റെ ഒരു തട്ടിക്കയറുന്നു. നിങ്ങളൊക്കെ ആരാ ഇവിടെ വന്ന് ഇതൊക്കെ ചെയ്യാനായിട്ടെന്ന് പറയാം. അപ്പൊ ഞാൻ വല്ലാണ്ട് എന്തോ ഒരു വല്ലാത്ത വൈകി നമ്മൾ ഇത്രയും പാടുപെട്ട് വന്നിട്ട് ഇവരെന്താ ഇങ്ങനെ നമ്മളോട് പെരുമാറണേ. ഈ രാജ്കുമാറിന്റെ വേറൊരു മുഖം ഞങ്ങൾ പുള്ളി അവരോട് അതിന്റെ ആയിട്ട് നീയൊക്കെ ആരാടാ ഇത് ചോദിക്കാൻ? നിന്റെയൊക്കെ വീട്ടിലുള്ള സ്ത്രീകൾ വയ്യാതെ നിനക്കൊക്കെ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? മരുന്ന് കൊണ്ടുവന്ന് എന്റെ അടുത്ത് ഞങ്ങളുടെ അടുത്ത് തട്ടിക്കയറണോടാ എന്നൊക്കെ ചോദിച്ചു. ഇയാളൊന്ന് ഫൈറ്റ് ചെയ്യാണ് കേട്ടാ. പല്ല് ശരിക്കും അങ്ങനെ നിൽക്കണം. ശരി പുലിയൊക്കെ നിൽക്കുകയാണ്. അപ്പൊ അതിനൊന്നും അത്ര അതല്ല. ഫോറസ്റ്റുകാർ സാർ ഇവിടെ വരല്, സാറിനെ സൂക്ഷിക്കണം, സാർ ഇവിടെ വന്നാൽ വലിയ പ്രശ്നമാകുന്നത്. കാര്യം എന്തറിയാമോ, കാട്ടിലെ ഈ ആദിവാസി സംബന്ധിച്ച് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും രാജ്കുമാർ അത് പത്രങ്ങളിൽ പോയി പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യും. ഒരു ദിവസം നമ്മുടെ പൊന്മുടിയിൽ അതിന്റെ അപ്പുറത്ത് വലിയൊരു മരം മറ്റോ മുറിച്ചൊരു കുറെ മരം മുറിച്ചത്. അപ്പൊ അവിടുത്തെ ഒരു ജൂനിയർ റിപ്പോർട്ടറെ കൊണ്ട് പോയി ഞങ്ങൾ പോയിട്ട് കാണിച്ച് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം അപ്പാണ് മറ്റേ വീരേന്ദ്രകുമാർ ഒരു ദിവസം മറ്റേ മന്ത്രിയായിരുന്നല്ലോ കുറച്ച് ദിവസമായിട്ട്. അത് കഴിഞ്ഞപ്പം വനമന്ത്രിയാണ്. അതിന്റെ ജോസഫ് എന്നൊരാൾ വരുന്നു. അപ്പോഴാണ് റിപ്പോർട്ട് വരുന്നത്. അപ്പൊ ജോസഫിന്റെ അവിടെ പറഞ്ഞു വീരേന്ദ്രകുമാർ മനഃപൂർവ്വം ജോസഫിനെ കരിവാരി തേക്കാനായിട്ടാണ് ആ മാതൃഭൂമി റിപ്പോർട്ട് വന്നത്. അപ്പോൾ എൻക്വയറിക്ക് വരുന്നു. അപ്പൊ ആ റിപ്പോർട്ടറെ കൊണ്ട് രാജ്കുമാറും ഞാനും ശേഖരൻ നായരാണ് ഇത് സൂപ്പർവൈസ് ചെയ്യണം. ഞങ്ങൾ മൂന്നോടെ കാട്ടിൽ പോകുന്നു. അവിടെ പോയി കുറെ പ്രശ്നങ്ങൾ തന്നെ എനിക്കും ഡീഹൈഡ്രേഷൻ ഒക്കെ വരുന്നു. അപ്പൊ കുറെ ഇതുണ്ടാകും. അപ്പൊ ആ ഒരു റിപ്പോർട്ടർക്ക് ഒരു പ്രശ്നം വരുന്നു പറഞ്ഞപ്പോൾ ഇത്രയും എഫേർട്ട് എടുത്ത് രാജ്കുമാർ ആ സ്ഥലത്തുകൊണ്ട് കാണിക്കണം. മറ്റു പലരും നമ്മൾ വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന്റെ ആ പത്രക്കാരൻ എന്തെങ്കിലും ചോദിക്കണം, അവൻ മാറിപ്പോക്കളെ. രാജ്കുമാർ ആ ഫുൾ എഫേർട്ട് എടുക്കുക. അത്ര കമ്മിറ്റഡ് ആണ് അയാൾ, അത്രയും കമ്മിറ്റഡ് ആണ് അയാൾ. അത് കഴിഞ്ഞിട്ട് ഈ എന്താണ് പൊന്മുടിയിൽ ഒരു ഗോൾഡൻ വാലി പ്രോജക്റ്റ് ഉണ്ട്. ഗോൾഡൻ വാലി മിനറൽ പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അത് 84 വെച്ചാണ്. അതിങ്ങനെ വരുമ്പോൾ അന്നത്തെ ചീഫ് സെക്രട്ടറി പത്മകുമാറിന്റെ എന്താ ഒരു ഫ്രണ്ട് വർക്കല സാർ അവരാരൊക്കെ കൂടെ ചേർന്നിട്ടാണ് ഈ പ്രോജക്റ്റ് നടത്തുന്നത്. അതിനുവേണ്ടി താഴെ തൊട്ട് ഇലക്ട്രിക് ലൈൻ വലിക്കുന്നതായിട്ട് ഒരുപാട് മരങ്ങൾ മുറിച്ചിട്ടുണ്ടായിരുന്നു. രാജ്കുമാർ ഇത് പറഞ്ഞു. രാജ്കുമാറും ഞാൻ എന്റെ കൂടെ ജേർണലിസം പഠിച്ചുകൊണ്ടിരുന്ന ജ്യോതിർ ഘോഷ് എന്ന് പറഞ്ഞ മാതൃഭൂമിയിലെ റിപ്പോർട്ടറാണ്. പുള്ളി ജേർണലിസം പഠിക്കുന്നുണ്ട്. ഞങ്ങൾ മൂന്നുപേരും അവിടെ പോയി ഞങ്ങളുടെയുള്ള ക്യാമറ കൊണ്ട് സകല എക്സ്പോഷറിൽ ഈ പടം എടുത്തു. ആന അവിടെ നിൽക്കുന്ന പടമൊക്കെ ഉണ്ടായിരുന്നു. തടിയൊക്കെ ഇട്ട് അതിന്റെ മോളിൽ കൂടെ മണ്ണിട്ട് നികത്തിയിരിക്കുകയാണ്, റോഡ് പോലെ ആക്കിയിട്ട്. ഇത് റിപ്പോർട്ട് ചെയ്തിട്ട് ഡൽഹി വരെ മാധവൻകുട്ടിക്ക് മാധവൻകുട്ടിക്ക് അത് വിളിച്ചു ചോദിക്കുക. ഒടുക്കി ചുരുക്കം പറഞ്ഞ ഈ പ്രോജക്റ്റ് 8 വർഷം ഈ പ്രോജക്റ്റ് നടന്നിട്ടില്ല. 8 വർഷത്തേക്ക് അത് നിർത്തിവെച്ചു. അതുപോലെ പത്തനംതിട്ട ട്രൈബൽ കോളനിയിൽ ഇതൊരു പ്രശ്നം ഉണ്ടായിട്ട് അവരെ സെക്രട്ടേറിയറ്റിൽ ഞങ്ങൾ ബസ്സിൽ കൊണ്ടുവന്നു. രാജ്കുമാർ ഞാൻ അവിടെ ബസ്സിൽ കൊണ്ടുവന്നു. അവരെ സെക്രട്ടേറിയറ്റിൽ സമരം ചെയ്യാം. ഒരൊറ്റ പത്രക്കാർ റിപ്പോർട്ട് ചെയ്യാൻ വന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് മാതൃഭൂമിയിൽ പോകാം. അങ്ങനെ മാതൃഭൂമിയിൽ MM വർഗീസ് ബ്യൂറോ ചീഫാണ്. പുള്ളി ആദിവാസികളെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ അവിടെ തന്നെ ചോദിച്ചപ്പോഴത്തേക്കും പുള്ളി ഇതൊന്നും റിപ്പോർട്ട് ചെയ്യാൻ നോക്കില്ല എന്ന് പറഞ്ഞു. ആൻഡ് വി ഗോട്ട് അജിറ്റേറ്റഡ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട, പക്ഷെ മാതൃഭൂമിയുടെ ഫ്രണ്ടിൽ ഈ ആദിവാസികളൊക്കെ കുത്തിയിരിക്കുന്നത് അതെന്തിന് മറ്റു പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ആ ഇഷ്യൂ ടാക്കിൾ. അപ്പൊ പിന്നെ കാക്കനാടന്റെ സഹോദരിയുടെ മോളായിട്ടുണ്ട് നിർമ്മലയെടുത്ത് നിർമ്മല ഒന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ ഏറ്റവും അഗസ്ത്യ കൂടുന്ന ആ സമയത്താണ് നമ്മുടെ അഗസ്ത്യരുടെ വിഗ്രഹം, നൂറ്റാണ്ട് പഴക്കമുള്ള അഗസ്ത്യരുടെ വിഗ്രഹം പോയി എന്നൊക്കെ പറഞ്ഞ് രംഗനാഥന്റെ മനോരമ റിപ്പോർട്ടിനാണ്. അത് നൂറ്റാണ്ട് പഴക്കം. ഞങ്ങളുടെ കൂടെ വന്ന ഒരു പയ്യൻ കാക്കനാടുള്ള സുഗതൻ എന്ന് പറഞ്ഞ, കാക്കനാടല്ല നമ്മുടെ കാട്ടാക്കട സുഗതൻ എന്ന് അയാളാണ് എടുത്ത് വലിയ ദൂരെ ഇറങ്ങി ഇവിടെ വിഗ്രഹം ഒന്നും വേണം. അത് കഴിഞ്ഞ വർഷം ഞങ്ങൾ പോകുന്നില്ല.
83 ഞങ്ങൾ പോകുമ്പോൾ ഇല്ല, അടുത്ത വർഷം അയാളെടുത്ത് കളഞ്ഞു. അത് നൂറ്റാണ്ട് പഴക്കമുള്ള അഗസ്ത്യർ വിഗ്രഹം നഷ്ടപ്പെടുന്ന വാർത്ത കൊടുക്കി ഇവിടെ അഗസ്ത്യരുടെ വിഗ്രഹം വെക്കാൻ വേണ്ടി ഹൃദയകുമാരി ടീച്ചറിന്റെ ഹസ്ബൻഡ് ഉമയലൂർ ശിവശങ്കരപ്പിള്ളയുടെയൊക്കെ നേതൃത്വത്തിൽ ഒരു വിശ്വവിദ്യ പരിഷത്തിന് വലിയൊരു ട്രിപ്പ് പോകും. അത് തടയാൻ വേണ്ടി ഞങ്ങൾ സൂര്യകുമാരിയൊക്കെ രാജ്കുമാർ ഞാനും കൂടെ പോയി കണ്ടു, ഒരു എതിർ ഒപ്പിടണം ഇതിനെതിരായിട്ട്. അവരൊന്നും ഒപ്പിട്ട് തന്നില്ല. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി കാർഡ് ഇവർ പറയുന്നത് ഇവർക്ക് കാർഡ് ഹിന്ദുവിന്റെ കാർഡും ക്രിസ്ത്യാനിയുടെ കാർഡൊക്കെ ഉണ്ട്. അത് രക്ഷിക്കുക. അപ്പം ഞങ്ങൾ KV സുരേന്ദ്രനെ കാണാൻ പോകുന്നു. അപ്പൊ ആ സമയത്ത് യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോജക്ടിന്റെ കീഴിൽ വന്ന് എത്രയോ ഓൾ ഓവർ ദ വേൾഡ് സെലക്ട് ചെയ്ത് 28-30 സ്ഥലം സെലക്ട് ചെയ്ത് ഒന്നാണ് അഗസ്ത്യകൂടത്തിന്റെ പീക്കിന് ചുറ്റുമുള്ള കുറെ സ്ഥലം. അത്രയും ബയോഡൈവേഴ്സിറ്റി ഉണ്ട്, എത്നിക് ഗ്രൂപ്പ് പ്ലാന്റ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ആ റിപ്പോർട്ടും കൊണ്ട് കൊടുത്ത് സുരേന്ദ്ര MLA അടുത്ത് കൊണ്ട് കൊടുത്ത് പുള്ളി കേസ് കൊടുക്കും. ആ കേസിനെ തുറന്നിട്ടാണ് ഇപ്പോ വർഷത്തിൽ ഫെബ്രുവരി മാസത്തിൽ മാത്രം അഗസ്ത്യകൂടത്തിലേക്ക് മറ്റേ അവരുടെ ഗൈഡിനോടൊപ്പം യാത്ര ചെയ്യുന്ന രീതിയിൽ നിയമം വന്നിരിക്കണം. അപ്പൊ അതിന്റെ കഥ ഞങ്ങളൊരു 6-8 മാസം ഈ കാടിന്റെ അഗസ്ത്യകൂടം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കേരളത്തിന്റെ തമിഴ്നാട് ബോർഡറൊക്കെ കവർ ചെയ്തിട്ട് ഒരു സീരീസ് ഓഫ് ആർട്ടിക്കിൾസ് എഴുതാണ്ട് കലാഭവനിൽ പബ്ലിഷ് ചെയ്തിരുന്നു. സീരീസ് ഓഫ് രാജ്കുമാറും ഞാനും കൂടെ ചേർന്നിട്ടാണ്. അപ്പൊ അതിന്റെ ബേസിലാണ് എനിക്ക് KK ബിർള ഫൗണ്ടേഷൻ ഫെലോഷിപ്പ് സൗത്ത് ഇന്ത്യയിലെ ഫസ്റ്റ് ജേർണലിസ്റ്റ് കിട്ടുന്നത്. അപ്പൊ ആ സമയത്ത് താമ്രവർണിയുടെ അടുത്ത് ഞങ്ങൾ പോകുമ്പോൾ ഒരു ആശ്രമം ഉണ്ടായിരുന്നു, ഗുഡ് ലൈഫ് ആശ്രമം. അതിന്റെ അടുത്ത് ഒരു സ്ഥലത്ത് രാജ്കുമാർ പറഞ്ഞിട്ട് ഞങ്ങൾ പോയി ഇവിടെ ഒരു സാധനം ഉണ്ടോ, അത് ഞങ്ങൾ കുഴിച്ചെടുക്കുമ്പോൾ വലിയൊരു മൺകലം, ഒന്നല്ല ഒരു 10-15 മൺകലം ഉണ്ട്. അപ്പൊ അത് പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ ആ സമയത്ത് പണ്ട് മനുഷ്യർ പ്രായമാകുമ്പോൾ അവരെ അതിനകത്ത് അടക്കി വെച്ചിട്ട് മരിച്ചു കഴിയുമ്പോൾ ഇവിടെ കൊണ്ട് വയ്ക്കുമായിരുന്നു. അതൊരു ഗ്രേവ് യാർഡാണ്. അങ്ങനത്തെ ഒരു ബറിയൽ സിസ്റ്റം ഇവിടെ ഉണ്ടായിരുന്നു, നമുക്ക് പരിചയമില്ല. ആ ബറിയൽ സിസ്റ്റമാണ് ഇന്ന് കീഴാടിയില്, തമിഴ്നാട്ടിലെ കീഴാടിയിൽ വൈഗാ റിവറിന്റെ അവിടെയുള്ള കീഴാടിയിൽ കുഴിച്ചെടുക്കുമ്പോൾ എക്സ്കവേഷനിൽ കിട്ടുന്നത് ഇതുപോലുള്ള സാധനങ്ങളാണ്. അപ്പൊ അത്തരം എക്സ്പീരിയൻസ് ഉണ്ട്. ഇതൊക്കെയാണെങ്കിലും 92 എനിക്ക് ബിർള ഫൗണ്ടേഷൻ ഫെലോഷിപ്പ് കിട്ടുമ്പോൾ ആ സമയത്താണ് കള്ളിച്ചിത്ര എന്ന് പറയുന്നത് നമ്മുടെ ചിമ്മിനി ഡാമിന്റെ അടുത്തുള്ള ഒരു ട്രൈബൽ സ്ഥലമാണ് കള്ളിച്ചിത്ര തൃശ്ശൂർ. അവിടുത്തെ ആദിവാസികൾ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുകാരുടെ എന്താണ് ഫൈബർ ഗ്ലാസ് ബോട്ട് കത്തിച്ചു എന്നൊരു വാർത്ത വന്നു. അപ്പൊ എനിക്ക് ആദ്യം തോന്നുന്നത് കൊള്ളാം, ഇവർ തിരിച്ച് റിയാക്ട് ചെയ്യുന്നുണ്ടല്ലോ. ഞാനും രാജ്കുമാർ ഇല്ലായിരുന്നു, രാജ്കുമാർ SBIയിലെ ഉദ്യോഗസ്ഥനാണ്. ഞങ്ങൾ വേറെ കുറച്ച് പേരായിട്ട് അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പോയി. അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോഴാണ് ഞങ്ങൾ അതിന് മനസ്സിലാക്കുന്നത്. കാരണം അത് അതിനകത്ത് കഞ്ചാവ് കൃഷിയുണ്ട്. അപ്പൊ ഈ ആദിവാസികൾക്ക് ഈ റിസർവയറിനകത്ത് മീൻ പിടിക്കാനായിട്ട് വെള്ളത്തിൽ പോകാനുള്ള റൈറ്റ് ഉണ്ട്. ഇതിന്റെ കെയർ ഓഫിൽ അവര് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ള വളം കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഇവരെ ഈ കഞ്ചാവ് ലോബി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അത് പിടിക്കാൻ വന്നുകൊണ്ടാണ് ഇവർ കത്തിച്ചത്, മനസ്സിലായോ? ഇവര് വേറൊരു രീതിയിലേക്ക് ഈ ട്രൈബൽസിനെ ആളുകൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. അതിൽ നിന്ന് അവർക്ക് പണവും കിട്ടുന്നു. ഇല്ലീഗൽ ട്രേഡിൽ ഡ്രഗ് ട്രാഫിക്കിങ്ങിന്റെ ഭാഗമായിട്ട് ഇവർ മാറുന്നു. അപ്പൊ ഞാൻ അതെല്ലാം കൂടെ വെച്ചോണ്ട് ഒരു ലേഖനം എഴുതിയിട്ട് ജയചന്ദ്രൻ സാറിന്റെ കൊടുക്കുന്നു, കലാമിൽ. പുള്ളി നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ സ്ഥിരം രീതിയല്ലല്ലോ രാജശേഖരൻ, ഇവരൊക്കെ എതിർക്കുകയല്ലേ. ഞാൻ ദീസ് ആർ ഫാക്ച്വൽ തിങ്സ്. ശരിയെന്നോ. തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ രാജ്കുമാറിനെ കണ്ടു. അപ്പൊ ഞാൻ കള്ളിച്ചിത്രയിൽ പോയിരുന്നു. എന്നിട്ട് എന്താ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെ റിപ്പോർട്ട് എഴുതി കൊടുക്കുന്നു. പുള്ളിയുടെ ഞാൻ കാണാത്തൊരു രാജ്കുമാറിനെ ഞാൻ കാണുകയാണ്, വയലന്റ് ആയി. ആദിവാസികൾക്കെതിരെ എഴുതാൻ നിങ്ങൾക്ക് ആരാണ് റൈറ്റ് തന്നെന്ന് ചോദിച്ചു, മനസ്സിലായോ? ഞാൻ പറഞ്ഞു, ആര് റൈറ്റ് തന്നെ? അതിനല്ല നിങ്ങൾക്ക് ബിർള ഫൗണ്ടേഷൻ ഫെലോഷിപ്പ് കിട്ടിയത്, ആദിവാസികൾക്ക് കൊണ്ട് എഴുതാനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനല്ലേ നിങ്ങൾക്ക് ഈ വഴിയെല്ലാം കാണിച്ചു, നിങ്ങളത് ഇങ്ങനെയാണ് കാണുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എനിക്ക് വഴി കാണിച്ചു കാട്ടിലേക്ക്, പക്ഷെ വഴി എന്റെയാണ്, ഞാനാണ് എന്റെ വഴി കേട്ടോ. പിന്നെ എനിക്ക് ജേർണലിസ്റ്റ് എന്താണെന്ന് എനിക്കറിയാം, എന്റെ പണി. എന്റെ തലയ്ക്കകത്ത് കയറി ദൈവം ഇരുന്നാൽ ഞാൻ വലിച്ചു വാരി താഴെ ഇടുന്നു പറഞ്ഞു. രാജ്കുമാർ അല്ല, ദൈവം ഇരുന്നാലും താഴെ ഇടും. അതുകൊണ്ട് എനിക്ക് ബോധ്യമായ ഞാൻ എഴുതി, ഞാൻ ശരി ഞാൻ കാണിച്ചു തരാം. പുള്ളിന് പോകുന്നു. പിന്നീട് ജയചന്ദ്രൻ സാർ വിളിച്ച് പറയുന്നു, പുള്ളി ഇത് കൊടുക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ ജയചന്ദ്രൻ സാറിന് കൺവിക്ഷൻ വന്നുകൊണ്ട് പുള്ളി ഇത് കള്ളിച്ചിത്രയുടെ കാര്യം അതുപോലെ കൊടുത്തതിന് ശേഷം അത് 32 വർഷത്തിന് മുമ്പാണ്, 93-ലായിരിക്കണം കേട്ടോ. 92 എനിക്ക് ഫെലോഷിപ്പ് ഇടാം. 90 പുള്ളി ഞങ്ങൾ തമ്മിൽ മിണ്ടിയിട്ടില്ല, കണ്ടിട്ടില്ല. പുള്ളി അങ്ങ് പിണങ്ങിപ്പോയി. പുള്ളി പിണങ്ങിപ്പോയത് എന്നോടുള്ള ഇഷ്ടക്കേട് കൊണ്ടല്ലാന്ന് എനിക്ക് നല്ലോണം അറിയാം. പുള്ളിക്ക് ആദിവാസികളോട് എന്നോടുള്ള ഇഷ്ടത്തിന്റെ 100 ഇരട്ടി ഇഷ്ടമുണ്ട്. അതുകൊണ്ടാണ് പുള്ളി അത് എനിക്ക് കൃത്യം. അത് അയാൾ അത്രയും ഇന്റഗ്രിറ്റി ഉള്ള ഒരു മനുഷ്യൻ. അയാൾ ഈ ഒരു പ്രോജക്റ്റിന്റെയും പുറകെ പോയിട്ടില്ല, ഒരു ഫെയിമിന്റെയും പുറകെ പോയിട്ടില്ല. ഏതെങ്കിലും കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല അയാളോടുള്ള കാടിനെയും ആദിവാസിയെയും അറിയാവുന്ന ഒരു മനുഷ്യരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അയാളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരില്ല. അങ്ങനെയല്ല അയാളുടെ പ്രവർത്തനം. അതാണ് ഞാൻ പറഞ്ഞ, അയാളൊരു ആക്ടിവിസ്റ്റ് അല്ല. ആക്ടിവിസ്റ്റിനേക്കാൾ എത്രയോ ഹൈറ്റിൽ നിൽക്കുന്ന ഡീപ്പ് റൂട്ടഡ് ഓർഗാനിക് മാനാണ് അയാൾ.
ഉറപ്പായിട്ടും. അതുകൊണ്ടാണ് അയാൾ പലർക്കും അറിയാതെ പോകുന്നത്. പക്ഷെ അയാൾ അറിയേണ്ടതാണ് സമൂഹം, മരണത്തിലെങ്കിലും അറിയണം. എന്നെ സംബന്ധിച്ച് ഇയാളുടെ മരണ വാർത്ത എന്നിട്ട് കേൾക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. എൻ്റെ ഒരു കാലത്ത് ഏറ്റവും അടുത്ത ഏറ്റവും ക്ലോസസ്റ്റ് സുഹൃത്തുക്കൾ രാത്രി 12 മണി വരെയൊക്കെ എൻ്റെ വീട്ടിൽ കാണും, അല്ലെങ്കിൽ ഞാൻ രാജ്കുമാറിന്റെ വീട്ടിൽ പോകും. അത്രയും ക്ലോസ് ആണ് ഞങ്ങളിപ്പോൾ. ആ മരണ വാർത്തയിൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. അപ്പൊ ഞാൻ പിന്നീട് മനസ്സിലായി 32 കൊല്ലത്തെ ഒരു ദീർഘമായൊരു നിശബ്ദതയുണ്ട്, ഞങ്ങൾ ഒരു അദൃശ്യതയുണ്ട്, നിശബ്ദതയുണ്ട്. അത് ഒരു ദീർഘമായ ഒരു പോസിന് അവസാനം ഒരു ഫുൾ സ്റ്റോപ്പ് ആയിട്ട് മാത്രമേ പുള്ളിയുടെ മരണം എന്നെ ബാധിച്ചിട്ടുള്ളൂ. ഉറപ്പായിട്ടും സാർ, ഇവിടെ നമ്മൾ പരിസ്ഥിതി പ്രവർത്തകർ എന്നൊക്കെ പറഞ്ഞ് കണ്ടവരിൽ നിന്നൊക്കെ വ്യത്യസ്തനായിക്കൊണ്ട് ഇപ്പൊ ഈ പേര് എനിക്ക് പോലും പുതിയതാണ്. അപ്പോൾ അതുപോലെ ഒരാളെ എന്തായാലും യുവതലമുറ അറിയേണ്ടതാണ്. പ്രകൃതിയിലേക്കുള്ള ഒരു വഴിയിലൂടെ അദ്ദേഹത്തെ മാതൃകയാക്കേണ്ടത് തന്നെയാണ് സാർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ നമ്മൾ ഇതുപോലെ പുറത്ത് പറഞ്ഞത് വളരെ നല്ല കാര്യമാണ്. ഇപ്പോൾ ഇത്രയും നാളത്തെ നിങ്ങളുടെ ഒരു പിണക്കം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തെ കുറിച്ചിട്ട് ഈ അവസാന സമയത്ത് ജി രാജ്കുമാർ എന്ന പേര് ഭാവിയിൽ എങ്ങനെ ഓർമ്മിക്കപ്പെടണം എന്നാണ് സാറിന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം? സത്യസന്ധതയുള്ള മനുഷ്യൻ, ഇന്റഗ്രിറ്റി ഉള്ള മനുഷ്യൻ, കാപട്യമില്ലാത്ത മനുഷ്യൻ, ആദിവാസികളെയും കാടിനെയും ഉള്ളിൽ തട്ടി സത്യസന്ധമായി സ്നേഹിച്ച മനുഷ്യൻ, ആ സ്നേഹം ആരോടും പ്രകടിപ്പിക്കാത്ത മനുഷ്യൻ.